Yes. Hope you understood classical conditioning by Pavlov. Now we'll see Skinner's theory of operant conditioning. Other names are instrumental conditioning, reward learning, or RS learning. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RS ലേണിംഗ്. ഇത് നമ്മൾ ഇതുവരെ നിങ്ങൾ കണ്ടിരിക്കുന്നത് SR ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. തോണ്ടേക്കിലാണേലും തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എററിലാണേലും പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണേലും നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള ഒരു ഫോർമുലയാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്കിന്നർ ആക്ച്വലി റിവേഴ്സ് ദ ഫോർമുല, ലൈക്ക് SRയിൽ നിന്ന് RSലേക്ക് റെസ്പോൺസ് സ്റ്റിമുലസ് എന്ന ഫോർമുല തന്നെ മാറ്റിയ ഒരു തിയറിയാണ്. വിൽ സീ ഹൗ ഇറ്റ് വർക്ക്സ്. Operant conditioning. The theory was advocated by B.F. Skinner. Skinner was an American psychologist, behaviorist, author, inventor, and social philosopher. Skinner used theory of operant conditioning to strengthen behavior. ഇത് ബിഹേവിയറിസത്തിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ തിയറിയാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കുന്നത് എളുപ്പമായിരിക്കും. ദിസ് ഓപ്പറന്റ് കണ്ടീഷനിങ് ഇസ് ടു സ്ട്രെങ്തൻ ദ ബിഹേവിയർ എന്ന് പറയുന്നു. നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ആൻഡ് ഡൈഡ് ഓൺ August 18, 1990. വാട്ട് ഈസ് ഓപ്പറന്റ് കണ്ടീഷനിങ്? കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വെച്ച മോഡിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ റെസ്പോൺസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. Operant conditioning means emitted response. Hope you remember, I told you in the previous class, the classical conditioning, just remember about that elicited response. Elicited response എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് ആണ്. അവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ടാവും, അതിലുണ്ടാകുന്ന നാച്ചുറൽ റെസ്പോൺസ് ആണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദിസ് വൺ എമിറ്റഡ് റെസ്പോൺസ്. വിൽ സി എന്താണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് ഞാൻ പറയാം. Operant conditioning is a process of learning through which organisms learn to repeat behavior that yield positive outcomes or permit them to avoid or escape from negative outcomes. ഇവിടെ പറഞ്ഞു, ഇവിടെ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ അല്ല നടക്കുന്നത്, ഇവിടെ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുവാണ്. സോ ദിസ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. ഓർഗാനിസം ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ ആ ബിഹേവിയറിന് ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായാൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ഔട്ട്കം വരാതിരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടോ ആ ബിഹേവിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഓർഗാനിസം ഒരു ബിഹേവിയർ കാണിക്കും, ആ ബിഹേവിയറിന് ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായാൽ ആ ബിഹേവിയർ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നെഗറ്റീവ് ഔട്ട്കംസ് അതിൽ വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഔട്ട്കംസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്കേപ്പായി പോകാനോ വേണ്ടിയിട്ട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ്. അതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സ്റ്റിമുലായി വെച്ചുകൊണ്ട് ഒരു സ്റ്റിമുലയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് മറ്റൊരു സ്റ്റിമുലയിലും നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അത് മോഡിഫിക്കേഷനാണ്. ഇവിടെ എങ്ങനെ ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാം, അതിനെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം. ഒരു നല്ല ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ ആ ബിഹേവിയറിനെ എങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബിഹേവിയറിന് ബാഡ് ബിഹേവിയറാണ് അതെങ്ങനെ നമ്മളത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ വരുന്നത്. It can be defined as a form of learning in which behaviors are dependent on or controlled by its rewards and consequences. Yes, അതായത് ഇവിടെ നമ്മൾ പറയുന്ന നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിവാർഡ്സ് ആൻഡ് കോൺസിക്വൻസസ്. എന്താണോ ആ ബിഹേവിയറിൻ്റെ റിസൾട്ട്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതിന് കിട്ടുന്ന റിവാർഡ്സ് എന്താണ്, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബിഹേവിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. According to Skinner, there are two types of responses. One is elicited, other one is emitted response. Yes, I told you. Elicited response എന്ന് പറയുന്നത് റെസ്പോൺസ് ബൈ എ സ്പെസിഫിക് സ്റ്റിമുലൈ. അവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ടാവും, ആ സ്റ്റിമുലൈക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു, അവിടെ ഒരു സ്റ്റിമുലൈ, ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലൈ ഉണ്ടായിരുന്നു, അതിന് സലൈവേഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എലിസിറ്റഡ്, നാച്ചുറൽ റെസ്പോൺസ് ആണ്. ആ നാച്ചുറൽ റെസ്പോൺസിനെ നമ്മൾ ബെല്ലെന്ന് പറയുന്ന റിങ്ങിങ്ങിൽ കൊണ്ടുവന്നപ്പോൾ അത് മോഡിഫൈ ചെയ്തു. ആ നാച്ചുറലായിട്ട് വരുന്ന റെസ്പോൺസിനെയാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ പേര് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ എന്ന് പറയും, റെസ്പോണ്ടൻസ് എന്ന് പറയും. എക്സാമ്പിൾ ചോദിക്കാം, വാട്ട് റെസ്പോണ്ടൻസ് എന്താണ്, ഓപ്പറൻസ് എന്താണ് എന്ന് ചോദിക്കും.
എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലൈ ഇല്ലാതെ തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടായാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സ്റ്റിമുലസ് റെസ്പോൺസ് SR എന്നുള്ളത് ഇവിടെ RS ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം റെസ്പോൺസ് ആണ്. സോ ഇഫ് ദർ ഈസ് എ റെസ്പോൺസ് നോട്ട് റിലേറ്റഡ് ടു എനി സ്പെസിഫിക് സ്റ്റിമുലൈ, then that response is emitted response. It's also called operant behavior അല്ലെങ്കിൽ operance. So operance എന്ന് പറയുന്നത് എന്താണ്? It's a response not related to any specific stimuli. In the respondents എന്ന് പറയുന്നത് it is a response for a particular stimuli. So these are the two types of responses given by Skinner. Now I'll go into the experiment. First I will explain and then I will show you again the figure. Skinner studied operant conditioning by conducting experiments using animals which he placed in a Skinner box which was similar to Thorndike puzzle box. തോണ്ടേക്കിൻ്റെ പസിൽ ബോക്സിലൂടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എങ്ങനെയാണ് പൂച്ചയിൽ ഉണ്ടായതെന്ന് കണ്ടു. അതുപോലെ തന്നെയാണ് ഇവിടെ സ്കിന്നർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചെയ്ത എക്സ്പെരിമെൻറ്റിലൂടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. Skinner placed a hungry rat in his Skinner box. The box contained a lever on the side, and as the rat moved about the box, it would accidentally knock the lever. Immediately it did so, a food pellet would drop into the container next to the lever. The rats quickly learned to go straight to the lever after a few times of being put in the box. The consequence of receiving food if they pressed the lever ensured that they would repeat the action again and again. Skinner again placed rat in his Skinner box and then subjected it to an unpleasant electric current which caused it some discomfort. As the rat moved about the box, it would accidentally knock the lever. Immediately it did so, the electric current would be switched off. The rats quickly learned to go straight to the lever after a few minutes of being put it in the box. The consequence of escaping the electric current ensured that they would repeat the action again and again. Yes. See, this is Skinner box. അപ്പോൾ ഈ സ്കിന്നർ ബോക്സിൽ അതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു ലിവർ, അതാണ് ആദ്യം പറയേണ്ടത്. ലിവറുണ്ട്, അതിനകത്ത് 2 സിഗ്നൽ ലൈറ്റ്സ് ഉണ്ട്. വൺ ഈസ് ഗ്രീൻ സിഗ്നലാണ് പോസിറ്റീവ്, മറ്റൊന്ന് റെഡ് സിഗ്നൽ ഡേഞ്ചറാണ്. അതിനകത്തൊരു സ്പീക്കറുണ്ട് സൗണ്ട് കേൾപ്പിക്കാൻ. ദെൻ പെല്ലറ്റ് ഡിസ്പെൻസർ, പെല്ലറ്റാണ് നമ്മളിവിടെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഫുഡ്. ആ പെല്ലറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഫുഡ് കപ്പുണ്ട്. അത് ആ ഡിസ്പെൻസറിന് താഴോട്ട് വരാൻ ഒരു ഡിസ്പെൻസർ ട്യൂബ് കാണുന്നുണ്ട്. ദെൻ ആ സ്കിന്നർ ബോക്സിനകത്ത് ഒരു ഇലക്ട്രിക് ഗ്രിഡ് ഉണ്ട്. ദെൻ ഇൻ ഓർഡർ ടു ഗീവ് ഇലക്ട്രിക് ഷോക്ക് ടു ദാറ്റ് ദർ ഇസ് എ വയർ ടു ഷോക്ക് ദ ജനറേറ്റർ. ദിസ് ഈസ് അബൌട്ട് സ്കിന്നർ ബോക്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രയൽ ആൻഡ് എററിൽ പൂച്ചയായിരുന്നു, ക്യാറ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഡോഗായിരുന്നു. ഹിയർ ഫോർ സ്കിന്നർ എക്സ്പെരിമെൻറ്റ് ഹി യൂസ് റാറ്റ്സ്. തെറ്റിപ്പോവല്ലേ എക്സാമിന്? ചിലർ ചോദിക്കുമ്പോൾ തോണ്ടേക്ക് തിയറി ചോദിക്കുമ്പോൾ റാറ്റിൻ്റെ സ്റ്റോറി എക്സ്പെരിമെൻ്റ് എല്ലാം പറഞ്ഞ് ആകെ മൊത്തം തിയറി തെറ്റിപ്പോവാറുണ്ട്. സോ ശ്രദ്ധിക്കുക. ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് മൂന്നിൻ്റെയും ഡിഫറൻസ് വെച്ച് തന്നെ 3 തിയറിയും പഠിക്കുക. സോ ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയാണ്. സ്കിന്നർ ബോക്സ്, അതിനകത്ത് റാറ്റിനെ വിടുക. റാറ്റ് അതിനകത്ത് ചെന്ന് ജസ്റ്റ് ഒരു റാൻഡം മൂവ്മെൻറ്റിന് ശേഷം അൺഎക്സ്പെക്റ്റഡ്ലി ആക്സിഡൻ്റലി ആ ലിവർ പിടിച്ച് പ്രസ് ചെയ്യും. അത് പ്രസ് ചെയ്യുമ്പോൾ ആ പെല്ലറ്റ് ഡിസ്പെൻസറിൽ നിന്ന് അതിന് ഫുഡ് ആ കപ്പിലേക്ക് വന്ന് വീഴും. അപ്പോൾ അത് കണ്ടപ്പം റാറ്റിന് ഭയങ്കര ഹാപ്പിയാണ്. യെസ്, അത് ജസ്റ്റ് അറിയാതെ ഒരു ബിഹേവിയർ കാണിച്ചു, അതിനൊരു നല്ല ഒരു റിസൾട്ട് കിട്ടി, നല്ല ഒരു റിവാർഡ് കിട്ടി. അപ്പോൾ ആ കാര്യം അതിന് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും അതിന് ഫുഡ് കിട്ടി. അതങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം സ്കിന്നർ റാറ്റിനകത്ത് വിട്ടിട്ട് ഈ പെല്ലറ്റ് ഈ ലിവർ നിൽക്കാൻ കുറച്ച് സമയം എടുക്കും. അത് ചെയ്തിട്ടാണ് ഈ ബിഹേവിയർ അത് ചെയ്യുന്നത്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു, ഒരു ഡിസ്കംഫേർട്ട് ആ റാറ്റിന്.
അത് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടാണേലും കുറച്ച് കഴിയുമ്പോൾ ലിവർ പ്രസ് ചെയ്യുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിന് മനസ്സിലായി ഇത് വളരെ പെട്ടെന്ന് നമ്മൾ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കിട്ടും, ഈ ഡിസ്കംഫർട്ട് നമ്മൾ ഫീൽ ചെയ്യാതിരിക്കാൻ പറ്റും. അത് പിന്നെ ആ റാറ്റിനകത്ത് വിടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെന്ന് അത് ആ ബിഹേവിയർ കാണിക്കുവാണ്. യെസ്, സോ ഇവിടെ റാറ്റ് മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ അതൊരു ബിഹേവിയർ കാണിക്കുന്നു. ആ ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം വന്നപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആ ബിഹേവിയർ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ഡിസ്കംഫോർട്ട്, നെഗറ്റീവായിട്ടൊരു കാര്യം വന്നപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആകാനോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനോ വേണ്ടിയിട്ട് ആ ബിഹേവിയർ ഒന്നും കൂടെ എന്താണോ പെട്ടെന്ന് ചെയ്താലെന്നുള്ള ആ ബിഹേവിയർ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വൺസ് അഗൈൻ വിൽ സീ. So operant conditioning is a process of learning through which organisms learn to repeat behavior that yield positive outcomes or permit them to avoid or escape from negative outcomes. ഇപ്പോൾ എക്സ്പെരിമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്നും കൂടെ മനസ്സിലായി കാണും. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ത്രൂ വിച്ച് ഓർഗാനിസം ലേൺ ടു റിപ്പീറ്റ് ബിഹേവിയർ. യെസ്, അവിടെ റാറ്റ് ലിവർ പ്രസ് ചെയ്യുന്നത് അതിന് പോസിറ്റീവ് ഔട്ട്കം കിട്ടിയതുകൊണ്ട് അത് പെട്ടെന്ന് അത് ചെയ്യുമായിരുന്നു. പിന്നെ അതിന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനും എസ്കേപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് തന്നെ ആ ബിഹേവിയർ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ദിസ് ഈസ് അബൌട്ട് ദ എക്സ്പെരിമെൻറ്റ്. സി ദ ഓപ്പറന്റ് കണ്ടീഷനിങ് എങ്ങനെയാണ് റിവാർഡ്സ് കൊടുക്കുമ്പോൾ ഇൻക്രീസ് ദ ബിഹേവിയർ. വെൻ യു ഗീവ് പണിഷ്മെൻറ്റ് ഇറ്റ് ഡിക്രീസ് ദ ബിഹേവിയർ. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ അത് ഡിക്രീസ് ചെയ്യുകയും അത് ഒന്നും ചെയ്യാതെ തന്നെ അതിന് ആ ബിഹേവിയറിൽ അതിനുള്ള റിവാർഡ്സ് കിട്ടുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുവാണ്. സോ വിൽ സീ മോർ അബൌട്ട് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്.